Hello guys, welcome back to our channel. This is Mr. Manichayan. And this is Mrs. Manichayan. So guys, in the weekend ആയിട്ട് ഞങ്ങൾ വന്നേക്കുന്ന സ്ഥലത്തിന്റെ പേര് സൂസൻ മേരി എന്നാണ്. ഏകദേശം ഞങ്ങൾ താമസിക്കുന്ന ടിമിൻസിൽ നിന്നും ഏകദേശം ഒരു 7 hour ട്രാവൽ ഉണ്ട് അല്ലേ? 7 hours drive ഉണ്ട്. അതെ, 7 hours ഡ്രൈവ് ഉണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്ന് കയറിയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ക്യാമ്പറിലാണ് കേട്ടോ. അപ്പോൾ ക്യാമ്പർ ടൂറൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പരിപാടി, നമ്മുടെ എടുത്തുന്ന റിസോർട്ടിൻ്റെ പേര് ഹാർമണി ബീച്ച് റിസോർട്ട് എന്നാണ്. ഇപ്പോൾ ആർക്കെങ്കിലും അറിയണമെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് റിസോർട്ട്സും റെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ RVയും റെൻറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ RV ആണ് കാണിക്കാൻ പോകുന്നത് നിങ്ങളെ. അപ്പം അതും കാണിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ ഈ ഒരു വീക്കെൻഡ് കുറച്ചൊന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്താണേലും അതെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. വീഡിയോയുടെ മെയിൻ അട്രാക്ഷൻ ആണ് അവിടെ നിന്ന് മണ്ണ് വാരി കളിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ക്യാമ്പർ. ഏകദേശം ഒരു 4-5 ബെഡ് ഉണ്ട്. 4-5 ബെഡ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. പിന്നെ നമുക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലമാണ് ഇതും. പിന്നെ ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള പ്ലേസ് ആണ്. പിന്നെ നമുക്ക് ഇന്ന് തീ കത്തിക്കാനുള്ള സ്ഥലമാണ് ഇത്, ഫയർ പ്ലേസ്. പിന്നെ അതുപോലെ അതിന് വേണ്ടിയുള്ള ഗുഡ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. So let's see what's inside our camper. കേറി വരൂ. അപ്പോൾ കേറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ക്യൂൻ സൈസ് ബെഡ്റൂം ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു കൗച്ച് ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു കുട്ടി കിച്ചൺ ഉണ്ട്. അവിടെ നമുക്കൊരു വാഷ് ബേസിൻ ഉണ്ട്, ബേക്ക് ആൻഡ് ഗ്രിൽ ചെയ്യാനായിട്ട് അവൻ ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോവേവ് ഉണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉണ്ട്. ചെറിയ കിച്ചൺ, ഒരു മിനി കിച്ചൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം. നേരെ ഇവിടെ തന്നെ ഒരു ചെറിയ ഡൈനിങ് ഏരിയ. എല്ലാം കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങളാട്ടോ, കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണ്. കണ്ടോ, ഇവിടെ കുട്ടി ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു ചെറിയ TV ഉണ്ട്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു മിനി വാഷ്റൂം. എല്ലാം മിനിയാണ് കേട്ടോ, എല്ലാം മിനിയാണ്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 4 ബങ്ക് ബെഡ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ക്യാമ്പറിന്റെ ഒരു കുട്ടി ടൂറാണ് ഇപ്പൊ കാണിച്ചു തരുന്നത്. എല്ലാവർക്കും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യൂഷ്വലി ക്യാമ്പർ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെയാണ് കേട്ടോ. നമുക്ക് 2-3 ബെഡ്സ് കാണും, പിന്നെ ഒരു സോഫ കാണും, പിന്നെ ഒരു ചെറിയ കിച്ചൺ, പിന്നെ ഒരു ചെറിയ TV, അവൻ. ഇത്രയൊക്കെ തന്നെയായിരിക്കും ക്യാമ്പർ എന്ന് പറഞ്ഞാൽ ഉള്ളത്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിൽ നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുവരെ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, അണ്ടിൽ ദെൻ ബൈ. അപ്പൊ അടുത്ത കലാപരിപാടിക്കുള്ള സമയമായി. ലെറ്റ്സ് ഗോ.
എല്ലാരും പാടും. ഇത് പാടിയപ്പോ എനിക്ക് ഓർമ്മ എന്നറിയോ, ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ. ഹലോ ഗായ്സ്, സോ ഇത് ഞങ്ങളുടെ ഡേ 2 ഇൻ സൂസൻ മേരി ആണ്. ഇന്ന് ആക്ച്വലി കുറെ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ വെതർ അലൗഡ് ആണെങ്കിലാണ് കേട്ടോ. ഏകദേശം മഴയൊക്കെ പെയ്യുന്ന ഒരു നല്ല ക്ലൗഡി ആണ് ഇന്ന്. എനിക്കാണ് നല്ലതായിട്ട് വിറയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് ഇന്ന് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ബോട്ട് ക്രൂയിസ് ആണ്. എന്താണ് പരിപാടി? അത് ബോട്ട് ക്രൂയിസ് വെച്ചാൽ അത് ഒരു 1.5 to 2 hours ജേർണിയാണ്. ലേക്ക് സുപ്പീരിയറും സെന്റ് മേരീസ് റിവറും കവർ ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ നിൽക്കുന്നത് സൂസൻ മേരി ഇൻ ഒണ്ടാരിയോ പ്രോവിൻസ് ആണ്. കാനഡയിലെ ഒണ്ടാരിയോ പ്രോവിൻസിലുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ അവിടെ കാണുന്ന ബ്രിഡ്ജ് അത് US ആണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ മിഷിഗൻ സ്റ്റേറ്റ് ആണ് US അവിടെ നമ്മുടെ US ഫ്ലാഗ് ഒക്കെ കാണാം. അതിനകത്ത് ക്ലിയർ ആണോ എന്നുള്ള അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു റിലാക്സിംഗ് ജേർണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കി ബോട്ടിൽ കാണാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഈ ബോട്ട് റൈഡിൻ്റെ പേര് സൂലോക്ക് ബോട്ട് ടൂർ എന്നാണ്. അപ്പോൾ മുന്നിൽ കാണുന്നതാണ് സൂലോക്സ്. സൂലോക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പാരലൽ ലോക്സ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ ബോട്ട് ഇതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ഈ കാണുന്ന ആദ്യത്തെ ഗേറ്റ് അടയ്ക്കുകയും ഫ്രണ്ടിലുള്ള ഗേറ്റ് തുറക്കുകയും ചെയ്യും. പക്ഷേ ഫ്രണ്ടിലുള്ള ഗേറ്റ് തുറക്കുന്നതിന് മുന്നേ ഇപ്പോഴത്തെ ജലനിരപ്പ് ആ ഗേറ്റിൻ്റെ ടോപ്പ് വരെ എത്തിക്കണം. കാരണം ഈ ഗേറ്റിൻ്റെ അപ്പുറമുള്ളത് ആ ടോപ്പിൽ നിന്നുള്ള ജലനിരപ്പായിരിക്കും. ഇത് ശരിക്കും ക്രിയേറ്റ് ചെയ്തേക്കുന്ന US ആർമി കോപ്സിലെ എൻജിനീയേഴ്സ് ആണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ റിവറിൽ നിന്നുള്ള ഷിപ്സിനും ബോട്ട്സിനും അപ്പുറയിലോട്ട് വരാനും അപ്പുറയിൽ നിന്ന് ഇങ്ങോട്ട് വരാനും. പക്ഷേ ഈ ജലനിരപ്പ് ഈ കാണുന്ന പോലെ നമുക്ക് ആ ഒരു ലെവലിൽ എത്തിക്കാതെ നമുക്ക് ഈ ഗേറ്റ് തുറക്കാൻ പറ്റത്തില്ല. നമുക്കിവിടെ കുറച്ച് ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് 2 ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? എന്തുണ്ട്? നല്ല തണുപ്പാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ക്ലൗഡിയാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. വേണമെങ്കിൽ ജോസിനോട് ചോദിച്ചു നോക്കാം എന്താണ്. നമുക്ക് വേറെ ഒരു ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. എന്താണ് ഈ ഒരു ബോട്ട് ട്രാവലിനെ കുറിച്ച് പറയാനുള്ളത്? ഇഷ്ടപ്പെട്ടോ? എന്താണ്? അത് ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ, മറ്റു ലേക്കിലോട്ട് പൊക്കി വിടുന്നത്. നമ്മളിപ്പോൾ കാണുന്ന റിവറിൻ്റെ പേര് സെൻറ്റ് മേരീസ് റിവർ എന്നാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റനും നറേറ്ററും നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം എന്തൊക്കെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ സൂലോക്കിനകത്ത് കയറി, എന്നിട്ട് ജലനിരപ്പ് അതിനനുസരിച്ച് താഴ്ത്തിയതിന് ശേഷം ആണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗേറ്റ് തുറക്കുന്നത്. ഇഷ്ടപ്പെട്ടോ ബോട്ട് ടൂർ? ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. എങ്കിലും ഒരാൾക്ക് $40 പറയുന്നത്. അപ്പം അങ്ങനെ അത്രയ്ക്കുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കുള്ളതുണ്ടെന്ന്. പിന്നെ ക്ലൈമറ്റും അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ചെറിയ മഴയുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ടൈം പാസ്, ജസ്റ്റ് ഒന്ന്
പോവാത്തവര് ബോട്ടിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എൻജോയ് ചെയ്യാം. ഒന്ന് റിലാക്സ് ചെയ്യാം വന്നിട്ട്, അത്രത്തിനൊക്കെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി, നല്ല മഴയാണ്, അതുകൊണ്ട് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഫുഡ് കഴിക്കണം, ലഞ്ച് കഴിക്കണം. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കേട്ടോ, അപ്പോൾ അവിടെ പോകാൻ പറ്റുമെങ്കിൽ പോകണം. എന്നിട്ട് അറിയില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, ബൈ.